ചേട്ടൻ്റെ പേരെന്താ? രാഘവ്. രാഘവൻ. നിങ്ങക്ക് വിശക്കണില്ലേ? ഉള്ളത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോഴേക്കും ചെയിനായിട്ട് അയാൾ വരികയും ചെയ്യും. എത്ര നാളായി ഇവിടെ? 10-20 വർഷമായി. നാട്ടിൽ പോകാറുണ്ടോ? നാട്ടിൽ ഞാനൊരു കുറ്റം ചെയ്തു. ചെറുപ്പത്തിന്റെ തളപ്പിൽ നേതാക്കന്മാർ കൊല്ലാൻ പറഞ്ഞപ്പോൾ മറിച്ചൊന്നും ചിന്തിച്ചില്ല. പിന്നെ ജയിലിൽ കിടക്കണമെന്നായപ്പോൾ നാട് വിട്ടു. ഒരുപാട് കറങ്ങി. പിന്നെ ഇവിടെ എത്തി. ഇതൊരു തരത്തിൽ ജയില്. ഇതാ ആള് വന്നല്ല. ഓക്കെ ഓക്കെ. ഞങ്ങളിത് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. ഇന്നിനി പോവാൻ നിൽക്കണ്ട. മേലേക്ക് ആകെ പ്രശ്നങ്ങളാണ്. ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് പോയാൽ മതി. പോകുമ്പോ ഇയാളിന്ന് ടൗണിൽ വിടുവോ? അതിനെന്താ, ആയിക്കോട്ടെ. രാഘവേട്ടാ, ഇത് ഞങ്ങളുടെ വക. നമ്മൾ തമ്മിൽ ഇനി കാണില്ലായിരിക്കല്ലേ. നിങ്ങളെയൊക്കെ കാണുമ്പോൾ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു തോന്നും. നാട്ടിലാരൊക്കെയോ ഉള്ളതുപോലെ. രാഘവേട്ടാ, ഞങ്ങൾ വന്ന റോഡായത്, കേരളത്തിൽ നിന്ന്. കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി പുറപ്പെട്ട റോഡിൽ വീണ്ടും വീണ്ടും ഞാൻ വിധിയെ തന്നെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു. The one thing I was always sure about was എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. And I chose to be with her. My father's family says I always bring misfortune and death. It's not your fault, Asi. No. First it was my father and mother. And now, Shyam.
അസി കോളേജ് കഴിഞ്ഞ് നാഗാലാൻഡിൽ പോവാണ്. Grandma doesn't want me to go back Nagaland. She says the revenge is not over yet. And I don't want to go back to my father's family in Mumbai. They call me Chinky, Nepali. ബാംഗ്ലൂരിൽ ജോബ് നോക്കണം. Will you come to meet me there? I will come to even Nagaland to see you. പക്ഷേ അസി, എൻ്റെ വീട്ടിലേക്ക് വരുന്നു. You want to come to my house? ചേന്നമംഗലൂരിലെ മാളികവീട്ടിലെ അദ്വാജിയുടെ വീട്ടിലേക്കാണ്. വാപ്പ സമ്മതിക്കും, എനിക്കറിയാം. ഞാൻ തെറ്റൊന്നും ചെയ്യണില്ല സുനി. സമ്മതിക്കുന്ന പോസ്റ്റ് മോഡേൺ ആണല്ലോ ആള്. മോഡേൺ ആയിട്ടൊന്നുമല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ തീരുമാനങ്ങൾ പണ്ടേ വാപ്പ എതിർക്കാറില്ല. എതിർത്താൽ തന്നെ അസയും കൂട്ടി ഞാൻ ബാംഗ്ലൂർക്കും, അല്ലാതെ അവളോട് പോനാ. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഓളം വിട്ടേക്കാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശ്യാം കൊലപാതകം. ആൻഡമാൻ സ്വദേശിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ ശ്യാമിന്റെ അതിദാരുണമായ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. മണ്ണുത്തി ഹൈവേയുടെ അരികിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് 3 ദിവസം പഴക്കമുള്ള ജീർണിച്ച മൃതശരീരം കണ്ടെത്തിയത്. ശ്യാമിന്റെ കോളേജിലെ സുഹൃത്തുക്കളാണ് മൃതശരീരം തിരിച്ചറിഞ്ഞത്. പ്രതിയെന്ന് സംശയിക്കുന്ന വെണ്ടറെന്ന് വിളിപ്പേരുള്ള അനിലിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചെന്ന് പോലീസ് അറിയിച്ചു. ശ്യാമിന്റെ മാതാപിതാക്കൾ ഇന്നലെ ആൻഡമാനിൽ നിന്നുമെത്തി ചിതാഭസ്മം ഏറ്റുവാങ്ങിയിരുന്നു. കോളേജ് തീരാൻ 1 മാസം മാത്രം. ശ്യാം ഇനിയില്ല. ആൻഡമാനിലെ വെക്കേഷൻ. അസിക്കൊരു മാറ്റം ആവശ്യമായിരുന്നു. വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്ന സംശയത്തിലിരിക്കുമ്പോഴാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വാപ്പ. എൻ്റെ കോളേജിലൊരു കുട്ടി കൊല്ലപ്പെട്ടത് വാർത്ത കണ്ടല്ലോ. എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. കൂടെ ടി വിയിൽ എന്താ ഒരു നേപ്പാളി പെണ്ണിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇത് അമേരിക്കയൊന്നല്ലല്ലോ. ആരാ ഓള്? കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന. അത്രയല്ലേ ഉള്ളൂ? പ്രസ്ഥാനക്കാരും നാട്ടുകാരും കൂട്ടക്കാരൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയേണ്ടത്? ഈ പറ. ഞാൻ നാളെ കള്ളം പറഞ്ഞെന്നുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. ആരാ ഓള്? എനക്കോൾ ഇഷ്ടമാണ്. ഈ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? നിങ്ങൾ മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? നിന്റെ കുടുംബക്കാരോട് ഞാൻ എന്താ പറയാ? എൻ്റെ അസ്മ, ഇങ്ങനെ വായിട്ടടയ്ക്കാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ പറയുന്നത്? ഓൻ്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? എൻ്റെ വാപ്പനല്ലേ 10ാം വയസ്സിൽ ദുബായിൽ നിന്ന് ആദർശം പറഞ്ഞ് നാട്ടിൽ കൊണ്ടുവന്ന് ഓനെ വഷളാക്കിയത്. നിങ്ങൾക്ക് മോനേക്കാൾ വലുത് പ്രസ്ഥാനക്കാരുടെ ഇടയിലെ പേരാ. നിന്റെ മോന്റെ ജീവിതം വെച്ച് അങ്ങനെ കളിക്കണ്ട. എൻ്റെ അസ്മ, ഈ പടച്ചൊന്നൊന്നും ബുദ്ധി ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഓനോട് വേണ്ടാന്ന് പറഞ്ഞാൽ ഓൻ ഓളെയും കൂട്ടി രജിസ്റ്റർ ചെയ്ത് കൂടെ താമസിപ്പിച്ചാലോ? പിന്നെ നാട്ടുകാരോടും പ്രസ്ഥാനക്കാരോടും നമ്മളെന്ത് പറയും? അതിനേക്കാൾ നല്ലതല്ലേ നല്ല അന്തസ്സായിട്ട് നിക്കാഹ് കഴിപ്പിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഓളൊരു എത്തിയും കുട്ടിയല്ലേ. ഹലോ ഫാത്തിമ, ഈ അറിഞ്ഞ കാസി കോളേജിൽ നിന്ന് ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നെന്ന്. ഒരു കല്യാണം കഴിപ്പിക്കാനാ പരിപാടി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, യൂത്ത് വിങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച് മുഴുവൻ ശ്രദ്ധയും ഇലക്ഷൻ പ്രമാണിച്ച് പീപ്പിൾ വെൽഫെയർ പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കാനാണ് പ്രസ്ഥാനത്തിന്റെ പദ്ധതി എന്നാണ്. എനിക്കറിയാമായിരുന്നു. മാളിക വീട്ടുകാരിലധികം ആരും അസിയെ സ്വീകരിക്കാൻ പോകുന്നില്ല. കാസി, വീട്ടുകാരെന്നും ബൂർഷാസികളാ. ബാംഗ്ലൂരിൽ പാച്ചുവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇവിടെ
ജിൻഡോയുടെ എസ്റ്റേറ്റിലോ താമസിച്ചാൽ മതി. എന്നിട്ട് എന്നിട്ടെന്താ, ലിവ് യുവർ ലൈഫ് ഹാപ്പിലി ഫോർ എവർ.